കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, ആകപ്പാടെ തകർന്ന് തരിപ്പണമായ പ്രകാശം കോടതിയിൽ നിൽക്കുക. എന്ത് ചെയ്യാൻ പറ്റും, എന്തേലും പറയാൻ പറ്റുമോ? ലക്ഷ്മി അമ്മ നേരിട്ട് വന്നിരിക്കുകയാണ്. പോരാത്തന് ലക്ഷ്മിയമ്മയുടെ വക്കീല് പറയുകയും ചെയ്തു, പരമാവധി ശിക്ഷ ഇയാൾക്ക് കിട്ടണമെന്ന് പ്രകാശന്. അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം നെഞ്ചത്ത് കൈവച്ചു. എന്റെ ദൈവമേ, തന്റെ അച്ഛനെങ്ങാനും ഇനി ജയിലിൽ പോയി കിടക്കോ? അങ്ങനെ വന്നിട്ടുണ്ട് എന്ത് ചെയ്യും? ആകെപ്പാടെ ടെൻഷനായിപ്പോയി. ഈ സമയം ചെടിച്ച് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ചെടിച്ച് പറഞ്ഞു, ഇതിന്റെ വിധി പറയാനായിട്ട് 10-ാം തീയതിക്ക് മാറ്റി വെച്ചേക്കെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ പ്രകാശൻ തകർന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയം കിരണ് കല്യാണിയൊക്കെ വിക്രത്തിനെ നോക്കി ചിരിക്കുക. വിക്രം തല കുഴിച്ച് കോടതിയിൽ നിന്ന് വെളിയിലേക്ക് വരിക. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ അങ്ങോട്ട് ഇറങ്ങി വന്നു പ്രകാശിന്റെ മുന്നിലേക്ക്. നീ എന്താണ് പ്രകാശ കരുതി എന്നെ കുറിച്ച്? ഞാൻ മരിച്ചും മണ്ണടിച്ചു പോയെന്നോ? നീ കൊലയാളിയെ വിട്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ലല്ലേ? നീ എന്താ വിചാരിച്ചേ? അന്ന് രാത്രിയില് നിന്റെ അടുത്ത് പ്രേതമായിട്ട് ഞാൻ വന്നായിരുന്നു, നീ അത് കണ്ടായിരുന്നു എന്ന് ചോദിക്കുവോ. ഇത് കേട്ടത് പ്രകാശം ഒന്ന് ഞെട്ടി. ഓഹോ, അപ്പൊ ഇവള് ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവള് മരിച്ചില്ല, ഇവള് തന്നെയാണ് അങ്ങോട്ട് വന്നത്. ദൈവമേ, അപ്പൊ ഇവളെ സൂക്ഷിക്കണമല്ലോ. പെട്ടെന്ന് പ്രകാശം പറഞ്ഞു, നീ അങ്ങനെ ജയിച്ചെന്ന് കരുതണ്ടെന്ന് പറയണം. ഞാൻ ജയിച്ചു തന്നെയാണോ പ്രകാശം ഇരിക്കുന്നേ? നിനക്ക് ഇനി നിന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനായിട്ട് ജയിലിൽ പോയി കിടക്കാന്ന് പറയണം. നിനക്കുള്ള വിധി ഞാനായിട്ട് വാങ്ങിച്ചു തരുമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോഴത്തേനും വിക്രം പറഞ്ഞു, നിങ്ങൾ അധികം കിടന്ന് തെളിക്കൊന്നും വേണ്ട, നിങ്ങൾ വലിയ ആളാകൊന്നും വേണ്ട, എന്റെ അച്ഛൻ ഒന്നും സംഭവിക്കില്ല എന്ന് പറയണം. ആ സംഭവിക്കുമല്ലോ, നമുക്ക് കാണാടാ. അടുത്ത ദിവസം വിധി പറയുന്ന ദിവസം നിന്റെ അച്ഛൻ ജയിലിൽ കിടക്കും. വേറെ കല്യാണം കഴിച്ച് സുഖമായെന്ന് ജീവിക്കാന്നോർത്ത് നിൽക്കും നിന്റെ അച്ഛനുണ്ടല്ലോ. ഇനി നിന്റെ അച്ഛനെ നിനക്ക് കോടതിയിലല്ല ജയിലിൽ പോയി കാണാന്ന് പറയാണ്. അപ്പോഴേക്കും കിരണും കല്യാണിയും കൂടെ അങ്ങോട്ട് വരുവാണ്. പിന്നീട് പ്രകാശനോട് ചോദിച്ചു, എങ്ങനെയാ ഇനിയിപ്പം പകുതി മീശ എടുക്കാൻ പോവല്ലേന്ന് ചോദിക്കുക. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം പറഞ്ഞു, എനിക്കറിയാടാ, നീയൊക്കെ ചേർന്നിട്ട് മനഃപൂർവ്വം എന്നെ തകർക്കാനായിട്ടാ നീ പറയണ. കല്യാണം പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? എന്റെ കിരണായിട്ട് സാരി ഉടുത്ത് നടക്കുന്നോ? അതൊക്കെ വെറും തോന്നല് മാത്രമാണ്. അപ്പോഴേ പറഞ്ഞില്ലേ, വെല്ലുവിളി ആകാം, പക്ഷേങ്കില് അത് അധികം ആവരുത്. അധികം ആയാലും അമൃതം വിഷമാന്നല്ലേ പറയണേ. എന്താണെങ്കിലും ഇനി നമുക്ക് ജയിലിൽ വെച്ച് കാണാന്ന് പറയണേ. അതേടി, നിന്നെപ്പോഴൊരു മകളുണ്ടായതാ എന്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയാം. മകളോ? ആരുടെ മകള്? നിങ്ങളതിനെ മകളായിട്ട് കരുതിയിട്ടില്ലോ എന്ന് പറയണം. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത്രയും കാലം നിങ്ങൾ ചെയ്ത ദുഷ്ടത്തരത്തിനെല്ലാം നിങ്ങൾക്ക് ശിക്ഷ കിട്ടാനായിട്ട് പോവാം. ഇനി ശിഷ്ടകാലം നിങ്ങൾ ജയിലിൽ കിടക്കാൻ പറയണം. ഇത് കേട്ടൻ വിക്രം പറഞ്ഞു, എന്റെ അച്ഛൻ ജയിലിലൊന്നും കിടക്കാൻ പോകുന്നടി, ആരാ കിടക്കണം നമുക്ക് കാണാന്ന് പറയാണ്. കാണാം നന്നായിട്ട് കാണാന്ന് പറയാണ്. അപ്പോഴേക്കും പ്രകാശന്റെ വക്കീൽ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പ്രകാശൻ നിങ്ങളല്ലേ പറഞ്ഞത് ലക്ഷ്മി കോടതി ഹാജരാവില്ലെന്ന്? എന്നിട്ടോ? അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു, ഇയാൾ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ഞാൻ അങ്ങ് മുകളിലേക്ക് പോയെന്നോ? അതെ, നിങ്ങളുടെ കക്ഷി പറഞ്ഞ എന്താണെന്നറിയാവോ? നിങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച എന്താണെന്നറിയാവോ? ഞാൻ മരിച്ചു പോയെന്നായിരിക്കും അല്ലേ? പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. ഇനിയാണ് ശരിക്കുള്ള ഈ ലക്ഷ്മിയുടെ കളി നിങ്ങളുടെ കക്ഷി കാണാൻ പോകുന്നതെന്ന് പറയാണ്. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വക്കീല് ഭയങ്കര ദേഷ്യം അഭിനയിക്കുകയാണ്. കാരണം അത് ലക്ഷ്മിയുടെ വക്കീലാണ്. പക്ഷെ എങ്കിൽ ഈ പൊട്ടൻ പ്രകാശൻ അറിയത്തില്ലോ അവർ തമ്മിലുള്ള ഡീലിങ്സും കാര്യങ്ങളൊന്നും. പ്രകാശൻ പറഞ്ഞു, എന്റെ വക്കീലെ എങ്ങനെയെങ്കിലും എന്നെ ഇതൊന്ന് ഊരിയെടുക്കണമെന്ന് പറയാണ്. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഊരിത്തരണം, എത്ര രൂപ വേണേലും ഞാൻ മുടക്കാന്നൊക്കെ പറഞ്ഞിട്ട് വക്കീലിനെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം കിരണും കല്യാണി ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് വന്നു. ലക്ഷ്മിയമ്മയോട് പറഞ്ഞു, ഒരിക്കലും അയാൾ പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യമല്ലെന്ന് പറയണം. അത് ശരിയാ മോനെ, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, ഇങ്ങനത്തെ ഒരു അടി പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയാണ്. പിന്നീട് ലക്ഷ്മിയമ്മ കാർത്തികനെ വിളിക്കുകയാണ്. പ്രകാശിന്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ കാർത്തിക പറഞ്ഞു, ഇന്നും കൂടെ വരുമ്പോ ആ മുഖം ഒന്നിക്കുന്ന കാണണോ അമ്മേ? ഞാൻ കുറെ കാലമായിട്ട് കാത്തിരിക്കുന്ന അയാളുടെ മുഖം ഒന്ന് തകർന്ന് തരിപ്പണമായിട്ട് കാണാനായിട്ട്. അയാൾക്ക് എത്രയും പെട്ടെന്ന് ഒരു അറ്റാക്ക് അങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാക്കാരെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അങ്ങനെ അറ്റാക്ക് ഒന്നും ഒറ്റയടിക്ക് അയാൾ തീരല്ല, ഇഞ്ചിഞ്ചായിട്ട് വേണം അയാൾ മരിക്കാനായിട്ട്. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഒറ്റയടിക്ക് തീർന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന് പറയണം. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, കാർത്തിമോളെ വിളിച്ചെന്ന് പറയണം. പിന്നീട് കല്യാണി പറഞ്ഞു, എത്രമാത്രം ദുഷ്ടതരങ്ങൾ ചെയ്തിട്ടുണ്ടെന്നറിയാവോ? എന്നോട് മാത്രമല്ല, കല്യാണിയോടും ചെയ്തിട്ടില്ലേ? ദൈവം ഒന്നൊരാൾ മുകളിലുണ്ടല്ലോ, അപ്പൊ ദൈവം തമ്പുരാൻ വെറുതെ വിടുമെന്ന് ചോദിക്കാം. ലക്ഷ്മി പറഞ്ഞു, ദൈവം തമ്പുരാൻ വെറുതെ വിട്ടപ്പോൾ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ അയാൾക്കിട്ടുള്ള ശിക്ഷയും പടിയും കൊടുത്തിരിക്കും. എന്തായാലും അടുത്ത ദിവസം
ഇനി വിധി വരട്ടെ, എന്താന്ന് നോക്കിയിട്ട് വേണം അയാൾക്കിട്ടുള്ള അടുത്ത പണി കൊടുക്കാനെന്ന് പറയാണ്. പിന്നീട് അവരോട് യാത്ര പറഞ്ഞിട്ട് ലക്ഷ്മി അങ്ങോട്ട് പോവാണ്. കിരൺ പറഞ്ഞു, എന്താണേലും നിന്റെ അച്ഛൻ അത്രയ്ക്ക് പ്രതീക്ഷയില്ല എന്ന് പറയാണ്. എന്റെ അച്ഛനോ? എന്റെ അച്ഛനെന്ന് പറയാൻ പോലും എനിക്കിപ്പോ ഒരു മടിയാ കിരണേട്ടൻ അറിയാലോ, അത്രമാത്രം ദുഷ്ടത്തരങ്ങൾ എന്നോട് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ അവരങ്ങോട്ട് പോവാ. ഈ സമയം തകർന്ന മനസ്സോടുകൂടി പ്രകാശം വണ്ടിയിരിക്കുക. അപ്പൊ വിക്രം ചോദിച്ചു, അച്ഛാ ഇനിയിപ്പോ എന്ത് ചെയ്യും? കോടതി വിധി വന്നിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. എനിക്കറിയില്ലട മോനെ, ഇതെല്ലാം കൂടെ ആരുടെ പണിയാന്നറിയാവോ? ഇതേ അവറ്റവരുടെ പണിയാ, ആ കിരണിന്റെ കല്യാണിയുടെ. അല്ല അച്ഛനല്ലേ പറഞ്ഞ അവര് മരിച്ചു പോയെന്ന്, എന്നിട്ട് മരിച്ചില്ലേന്ന് ചോദിക്കുക. എടാ മോനെ, ഞാനും അങ്ങനെ കരുതിയിരുന്നേ. ദേ ആ പണം വാങ്ങിച്ചോണ്ട് പോയാൻ അങ്ങനെയല്ലേ പറഞ്ഞേ, മരിച്ചു മണ്ണടിച്ചു, ഇനി ബോഡി പോലും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചില്ലോ എന്ന് പറയാം. ഇനിയിപ്പോ എന്ത് ചെയ്യാ അച്ഛാ? അവർ നേരിട്ട് വന്ന് കോടതി ഹാജരായില്ലെന്ന് നിൽക്കും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ആകെപ്പാടെ സമ്മതിലേറ്റുന്നുണ്ട്, എന്തേലും ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ തകർന്ന മനസ്സോടെ വന്നു കഴിയുമ്പത്തിനും കാർത്തി എന്നിട്ട് ചോദിച്ചു, എന്താ ചേച്ചാ കാര്യങ്ങള് കോടതിയില്? പിന്നെ പ്രശ്നമൊന്നും കാണത്തില്ലേ? അമ്മയായിട്ടുള്ള വിവാഹം ഉടനെ നടത്താല്ലേന്ന് ചോദിക്കാം. അത് പിന്നെ മോളെ ഒരു പ്രശ്നമുണ്ട്. എന്താ അച്ഛാ, എന്താ കാര്യം? ഒന്നും അറിയത്തില്ലാത്ത മട്ടില് കാർത്തി ചോദിക്കാണ്. അത് പിന്നെ ലക്ഷ്മി ഇന്ന് ഹാജരായിട്ടുണ്ടായിരുന്നു പറയും. എന്നിട്ടൊന്നും ആയില്ല, വിധി പറയാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയെന്ന് പറയും. അയ്യോ അച്ഛാ, ഇനിയിപ്പൊ ഞാൻ അമ്മയോട് എന്താ പറയുന്നേ? അമ്മയ്ക്ക് ഇത് കേട്ട് കഴിയുമ്പത്തിനും വലിയ സങ്കടമാണെന്ന് പറയാം. എന്റെ മോളെ, നീ എന്തേലുമൊക്കെ ഒന്ന് പറഞ്ഞ അമ്മേനെ ഒന്ന് കുറച്ച് നാളത്തേക്കൊന്ന് എന്തേലും ഒന്ന് പറഞ്ഞ് ഒന്ന് മയക്കി വെക്ക്. അല്ലെ എന്താ ചെയ്യുന്നേ എനിക്കറിയത്തില്ല. ദേ ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടം, അതിനേക്കാളും വലിയ വിഷമമാണ് എനിക്ക് ആയേക്കുന്നേ. എനിക്ക് മഹാലക്ഷ്മിനെ കിട്ടുമെന്നുള്ള, ഉടനെ തന്നെ കല്യാണം നടക്കുമെന്നുള്ള ആ ചിന്തയോടുകൂടി എഴുന്നേ. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ ലക്ഷ്മി കോടതി വരുകയാണെന്ന് ഞാൻ കരുതിയിരുന്നേ. പക്ഷെ അവള് വന്നു മോളേന്ന് പറയാണ്. അല്ല വരുവെന്ന് ഉറപ്പിച്ചു പറയാനായിട്ട് അവര് മരിച്ചു പോയിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയാണ്. അല്ല അത് പിന്നെ മോളെ ഞാൻ എന്താ അച്ഛാ, എന്താ കാര്യം? ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അങ്ങോട്ട് കയറി പോവാണ്. കാർത്തിക് ഉള്ളേ ചിരിക്കോ. നീ അങ്ങനെ തകർന്ന് പോ പ്രകാശ, നിന്റെ ഇനി അവസാനം കാണാൻ പോകുന്നുള്ളൂ. അധികം വൈകാതെ നീ ഇവിടെ കിടന്ന് പിടയ്ക്കും, നിന്റെ പിടപ്പ് ഞാൻ കാണുമെന്ന് പറയാണ്. പിന്നീട് പ്രകാശൻ ആകെപ്പാടെ മൂട്ടിന് തീ പിടിച്ച പോലെ ഓടി ചെല്ലുന്ന രാജപ്പണിന്റെ അടുത്തേക്കാണ്. രാജപ്പണിന്റെ അടുത്തേന്ന് ചോദിച്ചു, അണ്ണാ സത്യം പറയണ, അണ്ണ നാളെ വാടകൊലയാളെ തന്നെയാണ് പറഞ്ഞു വിട്ടേന്ന് ചോദിക്കും. എന്താടെ പ്രകാശം അങ്ങനെ ചോദിക്കുന്നത്? ദേ നിങ്ങളല്ലേ പറഞ്ഞ ലക്ഷ്മിനെ കൊന്നെന്ന്? ഞാനല്ല പറഞ്ഞേ, ആ മുത്തു അല്ലേ പറഞ്ഞേ. ഏത് മുത്തു ആണേലും അവൻ അവളെ കൊന്നില്ല എന്ന് പറയണേ. കൊന്നില്ലേ? അതേനെ, അവളിന്ന് കോടതി ഹാജരായെന്ന് പറയും. നീ എന്തൊക്കെയാ പ്രകാശ പറയണെന്ന് ചോദിക്കുക. ദേ അവൻ വിശ്വസ്തനാന്ന് പറയണം. പിന്നെ ഒരു വിശ്വസ്തൻ പൈസ മേടിച്ചോണ്ട് പോയിട്ട് അവൻ നല്ല പണി തന്നിട്ടാ പോയെന്ന് പറയണം. അല്ല പ്രകാശ്, അവൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. അങ്ങനെയൊന്നുമല്ല, ഇന്ന് അവള് കോടതി ഹാജരായി. ദൈവമേ, എനിക്കെതിരെ മൊഴിയും പറഞ്ഞു. ഇനിയിപ്പം വിധി പറയാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുക. അങ്ങനെ വിധി പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഞാൻ ജയിലിലേക്ക് പോകുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എല്ലാരും കൂടെ കൂടിയിട്ട് എനിക്കിട്ട് പണി തന്നു. ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരികയും ചെയ്യും. ദൈവമേ, എന്താവും തീരും? എനിക്ക് ലക്ഷ്മിനെ ഒട്ട് കിട്ടത്തുമില്ലെന്ന് പറയണം. ദേ പ്രകാശ, അതിനേക്കാൾ ഉപരി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേ ജയിലിലേക്കാനും പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്റെ പൈസ ഒന്നും രണ്ടും അല്ല 22 ലക്ഷം രൂപയാ. ആ പൈസയും കൂടെ തന്നേക്കണമെന്ന് പറയാം. തന്നില്ലെങ്കിൽ ദേ നിനക്ക് വേണ്ടി ഇനി അടുത്ത കൊട്ടേഷൻ ഏൽപ്പിക്കുന്നത് ഞാനായിരിക്കും എന്ന് പറയാം. പ്രകാശം പറഞ്ഞു, അണ്ണ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയല്ലേ. അണ്ണന്റെ ഒറ്റ എടുത്തിന്റെ വാക്ക് കേട്ടിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. എന്നോട് ആ വിക്രം പറഞ്ഞ ഇരി ചെവി അറിയില്ലാതെ ഞാൻ കാര്യം നടത്തി തരാന്ന്. എന്നിട്ട് അതൊട്ട് നടന്നുമില്ല. അണ്ണനാണെങ്കിൽ എവിടുന്നോ എന്തോ വലിയ കൊമ്പത്തെയാന്നും പറഞ്ഞോണ്ട് ഒരുത്തനെ കൊണ്ടുവന്നു. അവന് കാശും മേടിച്ചോണ്ട് മുങ്ങുകയും ചെയ്തെന്ന് പറയാം. ഇങ്ങനെയൊക്കെ ഒരു പ്രതിസന്ധി നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ പ്രകാശ. നീ ഒന്ന് സമാധാനപ്പെട്, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചു കഴിയുമ്പോഴത്തേനും മൂത്ത് കോൾ എടുത്തില്ല. കണ്ടില്ലേ, അവൻ കോൾ എടുത്തില്ല. പണം തന്നത് തന്നെയാന്ന് പറയണം. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? കിട്ടിയതൊക്കെ വാങ്ങിച്ചു വെച്ചോണ്ടിരിക്കാം. ദേ അണ്ണന് ഞാൻ ആ പൈസ തരത്തില്ലെന്ന് പറയണം. ഇത് കേട്ടതും രാജപ്പണം പറഞ്ഞു, പൈസ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മേടിച്ചെടുക്കാനും അറിയാം. പറഞ്ഞു കേട്ടല്ലോടെ പ്രകാശാന്ന് പറയണം. പ്രകാശം പറഞ്ഞ് എന്തേലും ഉടനെ ചെയ്താൽ മതിയാവുള്ളൂ അണ്ണ, അല്ലെങ്കിൽ ഞാൻ ജയിലിലേക്ക് പോകും. നീ എന്താന്ന് വെച്ചാൽ ചെയ്യടാ എന്നും പറഞ്ഞിട്ട് രാജപ്പൻ അങ്ങോട്ട് പോവാ. എന്റെ പൈസ അതിന്റെ പലിശ എനിക്ക് കിട്ടിയിരിക്കണം, അറിയാലോ, അതിലൊരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നേ. പ്രകാശൻ ആകെപ്പാടെ തകർന്നു പോയി. ഈ സമയത്ത് രാഹുലും ശാരിയും കൂടി ചേർന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്ത് ചെയ്യുവാണ്, സരി കുഞ്ഞിന്റെ അടുത്തില്ലാത്ത തക്കം നോക്കിയിട്ട് ശാരി പോയി കുഞ്ഞിനെ എടുക്കുവാണ്. കുഞ്ഞിനെ എടുത്തിട്ട് നേരത്തെ തന്നെ രാഹുൽ ഒരാളെ വിളിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾ വന്നു, അയാളുടെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ കൈമാറുവാണ്. പിന്നീട് ശാരി പറഞ്ഞു, ഒരു നിമിഷം പോലും നിൽക്കേണ്ട, കുഞ്ഞിപ്പം നല്ല ഉറക്കത്തിന്റെ സമയമാണ്. ഇനി കുഞ്ഞ് ഉണർന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിക്കോളാൻ പറയാണ്. ഇത് കേട്ടിഞ്ഞു അയാൾ കുഴപ്പമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകണമെന്ന് പറയണം. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് അയാൾ ഇങ്ങോട്ട് പോകണം. അങ്ങനെ കുഞ്ഞിനെ കൈമാട്ട് വന്നിട്ട് ശാരിക്ക് ആ പടയുടെ വിറയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല.
അപ്പൊ രാഹുലിനോട് പറഞ്ഞു എനിക്കറിയത്തില്ല, ഇനി എങ്ങാനും സരിയു കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഇത്രയും കാലം കുറെ പരിപാടികൾ ചെയ്തു, ഇനിയിപ്പൊ അടുത്ത് ഇതും കൂടെ ആയി, എങ്ങനെയാവും എന്താവൊന്നും അറിയത്തില്ല എന്ന് പറയാണ്. നീ ധൈര്യമായിട്ടിരിക്കും ശാരി, ഇനിയിപ്പൊ സരിയോ ചോദിച്ചാൽ നമുക്കൊന്നും അറിയത്തില്ല, നമ്മളൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, പറഞ്ഞു കേട്ടല്ലോ. എന്നാലും ആ ചോര കുഞ്ഞിനെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. നമ്മൾ കൊല്ലാനൊന്നും അല്ല കൊടുത്തേ, അയാൾ അതിനെ കൊണ്ടുപോയി ആർക്കെങ്കിലും വളർത്താൻ കൊടുത്തോളൂ, ആ കാര്യത്തിൽ പേടിക്കണമെന്ന് പറയണം. സരയു ഇതെങ്ങനെ പറഞ്ഞ പിന്നെ നമ്മൾ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയാ. അതൊന്നും ഓർത്ത് നീ പേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശാരിനെ ആശ്വസിപ്പിക്കുക. പക്ഷെ ശാരിയുടെ നെഞ്ച് പിടപെടാ കിടന്ന് ഇരിക്കുവാണ്. ഇനി നമ്മൾ അറിയാൻ പോകുന്ന ഇനിയിപ്പോ സരയു എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഈ കുഞ്ഞിനെ കാണാനില്ലെന്ന് പറയുമ്പോൾ സരയുവിന് ഭ്രാന്ത് പിടിക്കും. ഇനി മിക്കവാറും സത്യങ്ങളൊക്കെ ഇനി മനോഹർ വിളിച്ചു പറയും. ഇനിയിപ്പം അതിന് ശേഷമായിരിക്കും ഇനിയിപ്പം എല്ലാ കാര്യങ്ങളും നടക്കാനായിട്ട് പോകുന്നത്. തകർന്നടിഞ്ഞു പോകുന്ന ശാരിയും സരിയും രാഹുലും അങ്ങനെ അവരെല്ലാം കൂടെ അവസാനിക്കാൻ പോവാ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.